നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ബ്രിട്ടനിൽ കണ്ടെത്തുകയും ഈ വൈറസ് അതിവേഗം പടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നിരവധി രാജ്യങ്ങളിൽ കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യവും സുരക്ഷയും കണക്കിലെടുത്ത് വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങളിൽ വ്യക്തത വരുന്നതുവരെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണെന്നാണ് സൗദി അറേബ്യ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഇതിനോടകം തന്നെ സൗദി അറേബ്യ കര, നാവിക, വ്യോമ അതിർത്തികൾ വീണ്ടും അടച്ചു. ഒരാഴ്ചത്തേക്കാണ് അടച്ചതെങ്കിലും കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. ആവശ്യമെങ്കിൽ വീണ്ടും വിലക്ക് തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കോവിഡിന്റെ പുതിയ രൂപം വിവിധ രാജ്യങ്ങളിൽ പടരുന്ന പശ്ചാത്തലത്തിലാണിതെന്നും രാജ്യത്തെ സ്വദേശികളുടെയും വിദേശികളുടെയും സുരക്ഷ മുൻനിർത്തിയാണിതെന്നും ആഭ്യന്തര മന്ത്രാലയം വിശദീകരിക്കുകയുണ്ടായി. സൗദിയിൽ നിന്നും വിദേശത്തേക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്കും ഒരാഴ്ചത്തേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രാലയ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. 1. ഒരാഴ്ചത്തേക്ക് മുഴുവൻ അന്താരാഷ്ട്ര വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള യാത്രകൾ അനുവദിക്കുന്നതായിരിക്കും. ഒപ്പം നിലവിൽ സൗദിയിലെത്തിയ വിദേശ വിമാനങ്ങൾ തിരിച്ചു പോകാം. 2. ജലമാർഗവും റോഡ് അതിർത്തികൾ വഴിയുള്ള യാത്രയും അടുത്ത ഒരാഴ്ചത്തേക്ക് റദ്ദാക്കി. ആവശ്യമെങ്കിൽ ഒരാഴ്ച കൂടി തുടരും. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഡിസംബർ 8-ന് ശേഷം സൗദിയിലെത്തിയവർ 2 ആഴ്ച ക്വാറന്റീനിൽ കഴിയണം. ക്വാറന്റൈൻ സമയം ഓരോ 5 ദിവസം കോവിഡ് ടെസ്റ്റ് ചെയ്യണം. യൂറോപ്പിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ സന്ദർശനം നടത്തിയവരും കോവിഡ് ടെസ്റ്റിന് വിധേയരായിരിക്കണം. 5. ചരക്ക് നീക്കം വൈറസ് ബാധയില്ലാത്ത രാജ്യങ്ങളിലേക്കുള്ള സഹായ വിതരണവും തടസ്സമില്ലാതെ തന്നെ തുടരും. 6. നടപടികൾ പുനഃപരിശോധിക്കാൻ ആരോഗ്യ മന്ത്രാലയത്തിന് അധികാരമുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.